ബഹുമാന്യരെ, നന്മയുടെയും ഒരുമയുടെയും ഒരു ഓണക്കാലം കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണം മയിൽ LP സ്കൂളിൽ ഓണപ്പൂവിളി എന്ന പേരിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഓൺലൈനായി നടക്കുന്നത്. മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയും മലയാള സിനിമയിലൂടെ നമുക്ക് ഏറെ സുപരിചിതനുമായ ശ്രീ KB ഗണേഷ് കുമാർ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ സവിനയം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്നത് സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ TP ബിജു അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഓണ സന്ദേശം നൽകുന്ന മയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ EM സുരേഷ് ബാബു, മുൻ ഹെഡ് മിസ്ട്രസ് ശ്രീമതി KP പത്മിനി ടീച്ചർ, നന്ദി അറിയിക്കുന്ന സ്റ്റാഫ് സെക്രട്ടറി നൗഫൽ മാസ്റ്റർ തുടങ്ങി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ TP ബിജുവിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സന്തോഷത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും മഹോത്സവമാണ് ഓണം. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഉള്ളിടങ്ങളിലെല്ലാം ഓണം ആഘോഷിക്കുന്നു. ജാതി മത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. മഹാബലി എന്ന രാജാവിൻ്റെ അദ്ദേഹം തൻ്റെ ഭരണകാലത്ത് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നും അദ്ദേഹത്തെ ഓർമ്മിക്കുകയും ഓണം കൊണ്ടാടുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഓണവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള കഥകളുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളാണ് മഹാബലിയെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. പറയാം, തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ മാവേലി നമ്മുടെ വീടുകളിൽ എത്തുന്നു എന്നാണ് ഐതിഹ്യം. നമുക്കറിയാം, ഈ സമയത്ത് ഓണാഘോഷം നടത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. നമുക്കറിയാം, ഈ കോവിഡ് സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സർക്കാർ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. എന്തുതന്നെയാലും നമുക്ക് ഓൺലൈനിലാണ് നമ്മൾ ഇത്തവണയും ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ മയിൽ LP സ്കൂളിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരവും ഇവിടെ പത്തനാപുരം MLAയുമായിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർ MLA ആണ്. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ വാർഡ് മെമ്പർ EM സുരേഷ് ബാബു അവர்களுം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ മുന്നേ HM പത്മിനി ടീച്ചർ, ഇതെല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് എന്ന് ആണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പത്തനാപുരം MLA ശ്രീ KB ഗണേഷ് കുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കണ്ണൂർ തളിപ്പറമ്പ് സൗത്ത് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മയിൽ LP സ്കൂൾ സംസ്ഥാനത്ത് തന്നെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഓണാഘോഷവും അവരുടെ കലാപരിപാടികളുമൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, കലയിലും കായിക രംഗത്തും പ്രത്യേകിച്ച് LSS പോലെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളിലുമൊക്കെ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൽ വന്നിട്ടുള്ള പുരോഗതി, അതിൻ്റെ വളർച്ച, അതിൻ്റെ പ്രകടമായ മാറ്റം അത് ഈ സ്കൂളിലും പ്രതിഫലിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന പ്രഥമ അധ്യാപിക കനകവല്ലി ടീച്ചറും ടീച്ചറോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് അധ്യാപക അനധ്യാപക സ്റ്റാഫ് അംഗങ്ങളും PTAയും ഒക്കെ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ട് നല്ല നേട്ടങ്ങൾ ഈ സ്കൂളിന് കൈവരിക്കാൻ കഴിയുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടെ മേലിലും കലാകായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മികച്ച ഒരു മുന്നേറ്റം നടത്താനും വിജയം കൈവരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിലെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ TP ബിജു, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ KB ഗണേഷ് കുമാർ,
സ്വാഗതം ആശംസിച്ച ശ്രീമതി KC കനകവല്ലി ടീച്ചർ HM, നന്ദി പറയുന്ന ശ്രീ KC നൗഫൽ മാസ്റ്റർ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷത്തിനും ഈ വർഷത്തെ ഓണാഘോഷത്തിനും അല്പം പൊലിമ കുറവുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം മറ്റൊന്നുമല്ല, കൊറോണ തന്നെ. ഓണം എന്ന മഹത്തായ ആഘോഷം മുന്നോട്ട് വെക്കുന്ന ആശയം സമ്പൽ സമൃദ്ധമായതും നന്മയുടേതും കള്ളവും ചതിയുമില്ലാത്തതും ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ അല്ലെങ്കിൽ രാജ്യത്തെ കുറിച്ചുള്ളതാണ്. മാവേലിയുടേത് അത്തരത്തിലുള്ള ഒരു ഭരണമായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ എല്ലാ പ്രജകളെയും വലുപ്പച്ചെറുപ്പമില്ലാതെ സമന്മാരായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മാവേലി എന്ന രാജാവിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുക. മാവേലി എന്ന ഭരണാധികാരിയുടെ ആശയങ്ങൾ ലോകത്തുള്ള രാജ്യങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കാം. ഓണക്കാലമാകുന്നതോടുകൂടി പ്രകൃതിയിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞ് കാർഷിക വൃത്തികളൊക്കെ പുനരാരംഭിച്ച് പൊതുവിൽ സന്തോഷപ്രദമായ ഒരു കാലാവസ്ഥയാണല്ലോ ഓണത്തിന്റെ നാളുകളിൽ ഉണ്ടാവാറുള്ളത്. കുട്ടികളിലാണ് ഏറെ സന്തോഷം. അവർ മാവേലിയെ വരവേൽക്കാൻ വീടുകളിൽ പൂക്കളമൊരുക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കുട്ടികൾ പൂക്കളമൊരുക്കുന്നതിന് വേണ്ടി നാടൻ പൂക്കൾ ശേഖരിക്കുവാൻ കുട്ടികൾ കൂട്ടം കൂട്ടമായി പോകുമായിരുന്നു. ധാരാളം നാടൻ പൂക്കൾ അന്ന് നാട്ടിൻപുറങ്ങളിൽ ലഭ്യമായിരുന്നു. പൂക്കൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇത്തരം പൂക്കൾ ശേഖരിച്ച് പൂക്കളം ഉണ്ടാക്കിയാൽ അത് മറ്റു കുട്ടികളെ കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവരുടെ വീടുകളിൽ സന്ദർശിച്ച് പൂക്കളം കാണലുമൊക്കെ ഏറെ സന്തോഷമുള്ളവയായിരുന്നു. നാനാതരത്തിലുള്ള പൂക്കൾക്കൊപ്പം വീട്ടിലെ എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളം ഒരുക്കുമ്പോഴാണ് പൂക്കളം മനോഹരമാകുന്നത്. ഇവിടെ മനസ്സുകൊണ്ട് നാം ഒന്നാവുകയാണ്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്ന സന്ദേശവും. കളവും ചതിയുമില്ലാത്ത ഭരണക്രമത്തെക്കുറിച്ച് നാം കേരളീയർ വിശ്വമാനവികതയുടെ പൂക്കളമൊരുക്കാൻ ലോക ജനതയോടുള്ള ആഹ്വാനമാണ് ഓണം. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. നമസ്തേ. പ്രിയപ്പെട്ട കുട്ടികളെ, നന്മയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. ഞാൻ ആദ്യമായി എന്നെ പരിചയപ്പെടുത്തുകയാണ്. KP പത്മിനി. 2001 ഈ വിദ്യാലയത്തിൽ നിന്നും പ്രധാനാധ്യാപികയുടെ സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഓണാഘോഷത്തെ പറ്റിയുള്ള ഓണ സന്ദേശം നൽകണമെന്ന് ഈ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപികയും സഹാധ്യാപകരും വന്ന് പറഞ്ഞതിനാലാണ് ഞാൻ ഈ സംരംഭത്തിന് മുതിർന്നത്. എന്താണ് ഓണാഘോഷം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ മാവേലി മനൻ വരുന്നതാണ് എന്ന്. ഈ മാവേലി മനൻ ആരാണ്, എങ്ങനെയാണ് മാവേലി മനൻ വരാനിടയായത് എന്ന ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രഹ്ലാദൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞുതരാം. ഭാഗവതത്തിലെ ഒരു അസുര വംശത്തിലെ കഥാനായകനായിരുന്നു പ്രഹ്ലാദൻ. പേരുകേട്ടയാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും ഈ പ്രഹ്ലാദൻ്റെ മകൻ്റെ മകനാണ് മഹാബലി. നമ്മുടെ കേരളത്തിൽ ഓണത്തിന് വരുന്ന മാവേലി മുത്തച്ഛൻ എന്ന് പറയാം. ഈ മഹാബലി എന്തിനാണ് ഈ ഓണത്തിന് വരുന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ മലയാള മാസം ചിങ്ങം അറിയോ? ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രത്തിൽ നാം പൂക്കളം മുറ്റത്തും അകത്തും ഒക്കെ അലങ്കരിക്കാറുണ്ട്. ഈ പൂക്കളം കാണാനും ഓണസദ്യ ഉണ്ണാനുമാണ് മാവേലി എഴുന്നള്ളുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മാവേലി വരുന്നത് എന്നും കൂടി ഞാനിവിടെ പറയുന്നതാണ്. ഇത് ഐതിഹ്യ കഥയാണ്.
മാവേലി നാട് വാഴുന്ന കാലത്ത് രാജ്യത്ത് ഒന്നിനും ക്ഷാമം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ആർക്കും തന്നെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. രോഗം ഇന്നത്തെ പോലെ കോവിഡോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ മറ്റുള്ളതായ രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വ്യാധി ഒന്നുമില്ലാത്ത ഒരു രാജാവിൻ്റെ ഭരണമായിരുന്നു അന്ന്. അതുകൊണ്ട് എല്ലാ പ്രജകൾക്കും സന്തോഷമാണ്. പ്രജകൾക്കെല്ലാം രാജാവിനെ അത്യധികം ഇഷ്ടമാണ്. അതേപോലെ തന്നെ രാജാവിൻ്റെ പ്രജകളോടും ഇഷ്ടമാണ്. അങ്ങനെ വാഴുന്ന കാലത്താണ് ദേവലോകത്ത് തന്നെ ദേവേന്ദ്രനും മറ്റു കൂട്ടർക്കും ഒരു അസൂയ തോന്നിയത്. ഈ കേരളം അല്ലെങ്കിൽ രാജ്യം തന്നെ നമുക്ക് നഷ്ടമാകുമോ, അവർ ദേവലോകം പിടിച്ചടക്കുമോ എന്നുള്ള ഒരു ശങ്ക എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഒരു അസൂയ. ആ ഒരു അസൂയയാണ് ദേവലോകത്തുള്ളവർക്കുണ്ടായത്. ഉടൻ തന്നെ അവരെല്ലാം കൂടി മഹാവിഷ്ണുവിനെ സമീപിക്കുകയും മഹാബലിയെ നാടുവാഴുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും നാട് കടത്തണമെന്നുമുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു. മഹാവിഷ്ണു ഭഗവാൻ പറയുന്നത്, ഞാൻ ഏതായാലും എൻ്റെ 5ാമത്തെ അവതാരമായി വാമനൻ എന്ന പേര് വാമനമൂർത്തിയായി ഞാൻ അവതരിക്കും. അങ്ങനെ അവതരിച്ച് ഞാൻ മഹാബലിയെ അവിടുന്ന് നിഷ്കാസനം ചെയ്യിക്കാം എന്ന് വാക്കുകൊടുത്തു. അങ്ങനെ വാമനമൂർത്തി അവതരിക്കുകയും ഒരു ചെറിയ ബാലകൻ്റെ ബ്രാഹ്മണ ബാലകൻ്റെ വേഷത്തിൽ മഹാബലി ചക്രവർത്തിയെ കാണാൻ പോവുകയും ചെയ്തു. വന്ന ആവശ്യം മഹാബലി ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, രാജാവേ, എനിക്ക് 3 അടി മണ്ണ് വേണം, തപസ് ചെയ്യാനാണ്. ആ 3 അടി മണ്ണ് രാജാവ് തന്നാൽ. അപ്പോൾ മഹാബലിക്ക് എന്തോ നീരസം തോന്നിയ പോലെ, എന്താണ് ഈ 3 അടി മണ്ണ് ചോദിക്കുന്നത്? 3 രാജ്യം വേണമെങ്കിൽ തരാമല്ലോ, നീ എന്നോട് 3 അടി മണിയാണ് ചോദിക്കുന്നത് ഇത്രയും വലിയ ചക്രവർത്തിയോട്. അതുകൊണ്ട് എത്ര വേണമെങ്കിലും എടുത്തോന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയുകയാണ്, എനിക്ക് വെറും 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ, അതിൽ ഞാൻ ഇരുന്ന് തപസ് ചെയ്തോളാം. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയും ബാലകൻ അത് അളന്നെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ വിരാട് സ്വരൂപനായി ആ ബാലൻ വളർന്നു വരികയും 1 അടി കൊണ്ട് തന്നെ ഭൂമി അളന്നു, 2ാമത്തെ അടി കൊണ്ട് പാതാളവും സ്വർഗവും അളന്നു, 3ാമത്തെ അടി വെക്കാൻ രാജാവേ, ഇനി എവിടെയാണ് ഞാൻ 3ാമത്തെ അടി വെക്കേണ്ടത്? മഹാബലി വിഷണ്ണനായി തല താഴ്ത്തി വാമനമൂർത്തിയുടെ മുമ്പിൽ തല കുനിക്കുകയും എൻ്റെ തലയിൽ അളന്നു, അല്ലെങ്കിൽ എൻ്റെ തലയിൽ ഭഗവാന്റെ കാലടി അന്നേരം മനസ്സിലായി. അപ്പോൾ ഭഗവാന്റെ കാലടി എൻ്റെ തലയിൽ വെച്ചോളൂ. അപ്പോൾ വാമനമൂർത്തി കാൽ കൊണ്ട് മെല്ലെ മഹാബലിയെ തഴുകി. അത് വിഷ്ണു ഭക്തനായിരുന്നു. അതുകൊണ്ട് മഹാബലിയോട് വാമനമൂർത്തിക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മഹാബലിയോട് പറഞ്ഞു, 1 വർഷത്തിലൊരിക്കൽ ഈ പ്രജകളെ കാണാൻ വന്നോളൂ. അത് തിരുവോണ ദിവസമായിക്കോട്ടെ, ചിങ്ങമാസത്തിലത്തെ തിരുവോണ ദിവസം കേരളത്തിലെ എല്ലാ പ്രജകളെയും കാണാൻ ഉള്ള സൗകര്യം ഒരുക്കിത്തരാം. അങ്ങനെയാണ് വന്ന് കാണേണ്ടത്. അപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി, മഹാബലിക്ക് സന്തോഷമായി. മഹാബലി അങ്ങനെ സുതലത്തിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. എല്ലാ തിരുവോണ ദിവസവും, അതായത് 1 വർഷത്തിലൊരിക്കൽ എല്ലാ വീടുകളിലും പോയി തൻ്റെ പ്രജകളെ കാണുകയും അവിടെയുള്ള ഓണസദ്യ ഉണ്ണുകയും പൂക്കളം കാണുകയും സന്തോഷിച്ചുകൊണ്ട് ജനങ്ങളോട് കൂടി ആഹ്ലാദിക്കുകയും ചെയ്ത് മഹാബലി പോവുകയാണ് പതിവ്. അത് ഒരു ഐതിഹ്യ കഥയാണ്. ആ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് മഹാബലിയുടെ ഗർവ് കൊണ്ടാണ് അദ്ദേഹത്തെ രാജ്യഭാരം മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത്. അത് മനസ്സിലായല്ലോ കുട്ടികളെ. അടുത്തത്, രാജ്യത്ത് എവിടെയായാലും ഏതെല്ലാം രാജ്യത്ത് കുടുംബക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ വർഷവും ഓണത്തിന് സ്വന്തം വീട്ടിൽ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെ കൂടെയും വന്ന് ഓണം ആഘോഷിക്കുവാൻ തത്രപ്പെട്ട് ഓടി എത്താറുണ്ട്. അങ്ങനെ ഓണസദ്യ, ഓണപ്പൂക്കളം, ഓണത്തല്ല്,
ഓണപ്പാട്ട്, ഓണക്കളി, ഇങ്ങനെ പലതരം ആഘോഷങ്ങൾ നടത്തുകയും കുടുംബക്കാർ എല്ലാവരും ആഹ്ലാദിക്കുകയും ചെയ്യുക പതിവായിരുന്നു. അത് കുടുംബത്തിൻ്റെ ഐക്യതയും ഭദ്രതയും കെട്ടുറപ്പും ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നാം സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലബിലായാലും വായനശാലയിലായാലും അതേപോലെ പൂക്കള മത്സരങ്ങളും കലാപരിപാടികളും ഒക്കെ ഒരുക്കാറുണ്ട്. അതെന്തിനാണ്? സമൂഹത്തിൻ്റെ ഒരു ഐക്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുടുംബക്കാരായാലും സമൂഹത്തിലായാലും വളരെ ഐക്യത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കെട്ടുറപ്പിന് നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല പോലെ ജീവിക്കുക. അപ്പോൾ മഹാബലിയുടെ കാലത്ത് യാതൊന്നും അങ്ങനെയുള്ള ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നാണെങ്കിൽ കൊള്ള, സ്വർണ്ണക്കടത്ത്, മറ്റുള്ള അക്രമങ്ങൾ, വെടിവെപ്പ് എന്ന് വേണ്ട അന്യോന്യം മത്സരിക്കുകയും കൊലയിലോട് നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യമല്ല നമുക്ക് വേണ്ടത്. ഐശ്വര്യ സമ്പൂർണമായും സാഹോദര്യമുള്ളതായുമുള്ള ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ് നാം ആഗ്രഹിക്കുന്നത്. ഇന്നുള്ള ബാലിക ബാലന്മാർ അതുപോലെ നല്ല ഐക്യത്തോടുകൂടെയും അഹങ്കാരമില്ലാതെയും വിനയത്തോടുകൂടെയും മുന്നോട്ട് പോകേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ആശംസയാണത്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് ഉറപ്പ് ഞാൻ നൽകുകയാണ്. നമസ്തേ, ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ, മയ്യിൽ ALP സ്കൂളിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണിവിടെ നടന്നത്. മലയാള മണ്ണിന് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല പൂമണമുള്ള ആഘോഷമാണ്. നമ്മുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത, അതല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൊറോണ എന്ന മഹാമാരി നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈയൊരു പ്രതികൂല സാഹചര്യത്തിലും സ്നേഹവും സൗഹാർദ്ദവും കൈവിടാതെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഈ ഓണാഘോഷ പരിപാടി നമ്മൾക്കിടയിൽ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ ചടങ്ങ് അധ്യക്ഷത വഹിച്ചത് സ്കൂൾ PTA പ്രസിഡന്റ് TP ബിജു അവർകളാണ്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച MLAയും സിനി ആർട്ടിസ്റ്റുമായ ഗണേഷ് കുമാർ അവർക്ക് PTA കമ്മിറ്റിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് സംസാരിച്ച വാർഡ് മെമ്പർ, അതുപോലെ തന്നെ
മുൻ ഹെഡ് മിസ്ട്രസ് പത്മിനി ടീച്ചർ എന്നിവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.